ശുഭകരമായ ചിന്തകൾ എങ്ങനെ വളർത്തിയെടുക്കാം? ഉത്സവസ്ഥലത്ത് ബലൂണുകൾ വിൽപ്പന നടത്തി ഉപജീവനം കഴിച്ചിരുന്ന ഒരാളുടെ ജീവിത വീക്ഷണം ശ്രദ്ധിക്കൂ. അയാൾ ചുവപ്പ്, മഞ്ഞ, നീല, പച്ച തുടങ്ങി വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. വിൽപ്പന മന്ദഗതിയിലാകുമ്പോൾ അയാൾ ഹീലിയം നിറച്ച ഒരു ബലൂൺ ഉയരത്തിൽ പറപ്പിക്കുകയും ഉയരത്തിൽ പറക്കുന്ന ബലൂൺ കാണുമ്പോൾ കുട്ടികൾ ഉത്സാഹഭരിതരായി ഓടിയെത്തും. ബലൂൺ വിൽപ്പന തകൃതിയായി നടക്കും. ഉയരത്തിൽ പറക്കുന്ന ബലൂൺ കുട്ടികൾക്ക് എന്നും കൗതുകമായിരുന്നു. ഒരു ദിവസം ഒരു കുട്ടി നിഷ്കളങ്കമായൊരു സംശയം ചോദിച്ചു. ഒരു കറുത്ത ബലൂൺ ആകാശത്തിലേക്ക് അയച്ചാൽ അതും പറക്കുമോ? വിൽപ്പനക്കാരൻ കുട്ടിയോട് പറഞ്ഞു, ബലൂണിൻ്റെ നിറമല്ല പ്രധാനം, അതിനുള്ളിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നതാണ് പ്രധാനം. അതാണ് അതിനെ മേലോട്ടുയരാൻ സഹായിക്കുന്നത്. ഈ തത്വമാണ് നമ്മുടെ ജീവിത വിജയത്തെയും സ്വാധീനിക്കുന്നത്. നമ്മുടെ ആത്മവിശ്വാസവും ക്രിയാത്മക മനോഭാവവുമാണ് നമ്മെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത്. ഹാർവാർഡ് സർവകലാശാലയിലെ വില്യം ജെയിംസിൻ്റെ വാക്കുകൾ നോക്കൂ. മനുഷ്യർക്ക് അവരുടെ മനോഭാവത്തിൽ ഉചിതമായ മാറ്റം വരുത്തി ജീവിത വിജയം നേടാം എന്നുള്ളതാണ് എൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിതം നയിച്ചിരുന്ന ഒരു ആഫ്രിക്കൻ കർഷകനായിരുന്നു ഹാഫിസ്. സംതൃപ്തനായതുകൊണ്ട് അയാൾ സന്തോഷവാനായിരുന്നു. സന്തോഷവാനായതുകൊണ്ട് അയാൾ സംതൃപ്തനുമായിരുന്നു. ഒരിക്കലൊരു പണ്ഡിതൻ വജ്രങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഹാഫിസിനോട് പറഞ്ഞു, താങ്കളുടെ തള്ളവിരലിൻ്റെ വലിപ്പമുള്ള ഒരു വജ്രം കൈവശമുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ നഗരം സ്വന്തമാക്കാം. താങ്കളുടെ മുഷ്ടിയോളം വലിപ്പമുള്ള വജ്രമുണ്ടെങ്കിലോ ഈ രാജ്യം തന്നെ സ്വന്തമാക്കാം. അന്ന് രാത്രി ഹാഫിസ് ഉറങ്ങിയില്ല. അയാൾ അസന്തുഷ്ടനും ദുഃഖിതനുമായി. അസന്തുഷ്ടി കാരണം അയാൾ ദുഃഖിതനും, ദുഃഖം കാരണം അയാൾ അസന്തുഷ്ടനുമായി. തന്നെ അയാൾ കൃഷിസ്ഥലം വിറ്റു. കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടത് ചെയ്ത ശേഷം വജ്രങ്ങൾ നേടുവാനായി യാത്ര തിരിച്ചു. ആഫ്രിക്ക മുഴുവൻ അലഞ്ഞു, എങ്കിലും വജ്രം കണ്ടെത്താനായില്ല. യൂറോപ്പിലും പലയിടത്തും പരതി, എങ്കിലും ഫലം നിരാശയായിരുന്നു. സ്പെയിനിൽ എത്തിയപ്പോഴേക്കും അയാൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്നിരുന്നു. ഒടുവിൽ അങ്ങേയറ്റം നിരാശനായി അയാൾ ബാർസിലോണ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതേസമയം നാട്ടിൽ അയാളുടെ വസ്തു വാങ്ങിയ ആൾ പറമ്പിലൂടെ ഒഴുകിയിരുന്ന അരുവിയിൽ നിന്നും ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു. അരുവിയിൽ ഉദയസൂര്യൻ്റെ കിരണമേറ്റി മഴവില്ല് പോലെ തിളങ്ങുന്ന ഒരു കല്ല് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളത് തൻ്റെ വീടിൻ്റെ സ്വീകരണമുറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. അന്ന് വൈകുന്നേരം തന്നെ പണ്ഡിതൻ തിരിച്ചു വന്നു. തിളങ്ങുന്ന കല്ല് കണ്ടപ്പോൾ ഹാഫിസ് തിരിച്ചു വന്നവോ എന്നന്വേഷിച്ചു. പുതിയ സ്ഥലമുടമ കാരണം ചോദിച്ചപ്പോൾ ആ തിളങ്ങുന്ന കല്ല് വജ്രമാണെന്നും വജ്രം കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും പണ്ഡിതൻ പറഞ്ഞു. അവർ അരുവിൽ പോയി ഏതാനും കല്ലുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ സത്യം വെളിപ്പെടുകയും ചെയ്തു. ഹാഫിസിൻ്റെ കൃഷിസ്ഥലം വജ്രങ്ങളുടെ സാമ്രാജ്യമായിരുന്നു. ഈ കഥയുടെ ഗുണപാഠങ്ങൾ എന്തെല്ലാം? 6 വ്യത്യസ്ത ഗുണപാഠങ്ങളാണ് ഈ കഥ നൽകുന്നത്. പലപ്പോഴും ഭാഗ്യം നാമറിയാതെ നമ്മുടെ കാൽക്കീഴിൽ തന്നെ കിടക്കുന്നു. അതന്വേഷിച്ച് വേറെയെങ്ങും പോകേണ്ടതില്ല. ശരിയായ മനോഭാവത്തിലൂടെ നമ്മൾ അത് തിരിച്ചറിയുകയാണ് വേണ്ടത്. 2. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ കൂടുതൽ പച്ചയായി തോന്നും. 3. നമ്മൾ അക്കരെയുള്ള പച്ച ആഗ്രഹിക്കുമ്പോൾ ഇക്കരെയുള്ള നമ്മുടെ പച്ച മറ്റു പലരും ആഗ്രഹിക്കും. നമ്മുടെ സമ്പത്ത് കൈക്കലാക്കുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാവൂ. 4. തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തിരിച്ചറിയാത്തവർ ഭാഗ്യദേവത മുട്ടിവിളിക്കുമ്പോൾ അതൊരു ശല്യമായി കണക്കാക്കുന്നു. 5. അവസരങ്ങളെ പലപ്പോഴും അവ നഷ്ടപ്പെടാൻ പോകുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത്. ആരംഭദശയിൽ അവയെ നാം തിരിച്ചറിയുന്നില്ല. 6. അവസരങ്ങൾ ഒരിക്കലേ നമ്മെ തേടി വരാറുള്ളൂ. അതിനാൽ ഉചിതമായ തീരുമാനം ഉചിതമായ നിമിഷത്തിൽ തന്നെ കൈക്കൊള്ളണം. ഉചിതമായ തീരുമാനം തെറ്റായ നിമിഷത്തിൽ എടുത്താൽ അത് തെറ്റായ തീരുമാനമാകുന്നു.
ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. ഗ്രാമത്തിലെ കുട്ടികളെ ദ്രോഹിച്ചു കൊണ്ടിരുന്ന അതികായനായിരുന്നു ഗോലിയാത്ത്. ഒരിക്കൽ 17 വയസ്സുകാരനായ ഒരു ആട്ടിടയ കുട്ടി തൻ്റെ സഹോദരങ്ങളെ കാണുവാനായി ഗ്രാമത്തിലെത്തി. ഗോലിയാത്തിൻ്റെ ദ്രോഹങ്ങളെപ്പറ്റി കേട്ട അവൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്കൊരുമിച്ച് നിന്ന് ഈ അതികായനെ നേരിട്ടുകൂടാ? പേടിച്ചിരണ്ട സഹോദരങ്ങൾ പറഞ്ഞു, ഇടിച്ചു വീഴ്ത്താൻ കഴിയാത്തത്ര വലിയ ശരീരമുള്ളവനല്ലേ അവൻ. അപ്പോൾ ദാവീദ് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ ഇടിച്ചു വീഴ്ത്താൻ പറ്റാത്തവനല്ല, മറിച്ച് ഇടിച്ചാൽ ഒരിടി പോലും മറ്റെവിടെയും തെന്നിപ്പോകാതെ ശരീരത്തിൽ തന്നെ കൊള്ളത്തക്ക വലിയ ശരീരമുള്ളവനാണ് അവൻ. ബാക്കി ഭാഗം ചരിത്രമാണ്. എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഗോലിയാത്തിനെ ദാവീദ് ഒരു കവണ ഉപയോഗിച്ച് കൊന്നു. ദാവീദിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇവിടെ അയാളെ വിജയത്തിലേക്ക് നയിച്ചത്. ശരിയായ മനോഭാവമുള്ളവർക്ക് പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പരാജയത്തിലെ എല്ലാം പര്യവസാനിക്കൂ എന്ന് ചിന്തിക്കുന്നവർക്ക് ഏത് ചെറിയ തിരിച്ചടിയും വലിയ മാർഗതടസ്സങ്ങളായി അനുഭവപ്പെടും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകമെഴുതിയ നെപ്പോളിയൻ ഹിൽ പറയുന്നു, ഓരോ പ്രശ്നത്തിനോടൊപ്പവും നമുക്ക് ഒരവസരവും ലഭിക്കുന്നു. ഒരു പക്ഷേ മഹത്തായ ഒരവസരമായിരിക്കാം അത്. അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ഉത്കൃഷ്ട സ്വഭാവമുള്ള മനുഷ്യരാണ്. സൽസ്വഭാവം, സത്യസന്ധത, മൂല്യബോധം, ശുഭചിന്ത എന്നിവയുള്ളവരാണ് ഉത്കൃഷ്ട സ്വഭാവമുള്ള മനുഷ്യർ. എന്നാൽ ഉത്കൃഷ്ട സ്വഭാവമെന്ന അടിത്തറയുണ്ടെങ്കിൽ മാത്രമേ അവയെല്ലാം പ്രാവർത്തികമാകൂ. എന്നാൽ യഥാർത്ഥത്തിൽ സേവനം ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യന് എത്ര നേരം കൃത്രിമമായി പുഞ്ചിരിക്കാൻ കഴിയും? മാത്രവുമല്ല, ജനങ്ങൾക്ക് ഈ കാപട്യം പെട്ടെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. ആത്മാർത്ഥതയില്ലാത്ത പുഞ്ചിരി അരോചകമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ വാക്കും പ്രവൃത്തിയും തികച്ചും ആത്മാർത്ഥമായിരിക്കണം എന്നാണ്. തീർച്ചയായും ഉപഭോക്തൃ സേവനത്തിൻ്റെ ഭാഗമായി ദയവായി, നന്ദി എന്നീ വാക്കുകൾ ഉപയോഗിക്കേണ്ടതും പുഞ്ചിരിക്കേണ്ടതും ഹസ്തദാനം ചെയ്യേണ്ടതും ആവശ്യം തന്നെ. പക്ഷേ ഇതെല്ലാം യഥാർത്ഥ സേവന മനോഭാവത്തോടു കൂടി തന്നെ വേണം. ഒരിക്കൽ ഫ്രഞ്ച് തത്വചിന്തകനായ ബ്ലേസ് പാസ്കലിനോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ ബുദ്ധിശക്തി എനിക്കുമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ നല്ല മനുഷ്യനാകുമായിരുന്നു. പാസ്കൽ അയാളോട് ഇപ്രകാരം പ്രതികരിച്ചു, താങ്കൾ കൂടുതൽ നല്ല മനുഷ്യനാകൂ, താങ്കൾക്ക് എൻ്റെ ബുദ്ധിശക്തി ഉണ്ടായിക്കൊള്ളും. എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു തൊഴിലാളി പറയുമ്പോൾ അതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്നുകിൽ അയാൾക്ക് ആ ജോലി ചെയ്യാൻ അറിയില്ല, അതല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല. ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ വേണ്ട പരിശീലനം കൊടുത്ത് നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ വേണ്ട പരിശീലനം കൊടുത്ത് നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ അത് മനോഭാവത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്ന ജീവിത മൂല്യങ്ങളുടെ പ്രശ്നമോ ആകാം. കാൽഗറി ഗോപുരത്തിന് 190.8 മീറ്റർ ഉയരവും 10,884 ടൺ ഭാരവുമുണ്ട്. ഭാരത്തിൽ 6,349 ടൺ ഭൂമിക്കടിയിലാണ്, ഏകദേശം 60%. കെട്ടിടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അടിത്തറയും ശക്തമാകണം എന്ന് വ്യക്തം. ജീവിത വിജയത്തിനും സുശക്തമായ അടിത്തറ ആവശ്യമാണ്. ഈ അടിത്തറയാണ് നമ്മുടെ ശരിയായ മനോഭാവം. സത്യസന്ധന് അഴിമതിയുള്ളിടത്തെ ജീവിതം ദുസ്സഹമാണ്. അഴിമതിക്കാരന് സത്യസന്ധതയുടെ ജീവിതം ദുഷ്കരവുമാണ്. സാമൂഹ്യ വിരുദ്ധമായ സാഹചര്യങ്ങളിൽ നിന്ന് സമൂഹത്തിന് സ്വീകാര്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കാനാവില്ല. നിയമവും നീതിയുമില്ലാത്ത സമൂഹത്തിൽ സത്യസന്ധനായ പൗരൻ ചതിയനും കുടിലനും കള്ളനുമായി തീരുന്നു. ശുഭകരമായ ചിന്തയുള്ള മനുഷ്യരിൽ ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങൾ കണ്ടുവരുന്നു. അവർ സേവനോത്സുകരും ആത്മവിശ്വാസമുള്ളവരും ക്ഷമാശീലരും വിനയമുള്ളവരും ആയിരിക്കും. അവരെപ്പറ്റിയും മറ്റുള്ളവരെപ്പറ്റിയും ഉയർന്ന പ്രതീക്ഷയുള്ളവരുമായിരിക്കും.